പൊതുപ്രസംഗമാണ്. ആ പൊതുപ്രസംഗത്തിന്റെ വിഷയം യഥാർത്ഥ ജീവൻ നേടാൻ ശ്രമിക്കുക. വിഷയം കൂടെ പറയാം, യഥാർത്ഥ ജീവൻ നേടാൻ ശ്രമിക്കുക. ആ വിഷയം ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീകുട്ടൻ സാറിനെ സ്വാഗതം ചെയ്യും. എല്ലാ കാര്യത്തിനും പൊതുവെ രണ്ട് വശങ്ങളുണ്ടാവാം. ഉദാഹരണത്തിന് നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട്, ശരിയുണ്ടെങ്കിൽ തെറ്റുണ്ട്, ഒരു തേടിയുണ്ടെങ്കിൽ ഇറക്കമുണ്ട് എന്ന് പറയുന്ന പോലെ യാഥാർത്ഥ്യമുണ്ട്, യാഥാർത്ഥ്യമല്ലാത്തതുമുണ്ട്. ഇത് തിരിച്ചറിയാനുള്ള പക്വത നമുക്കായോ എന്നതാണ് ചോദ്യം. നമുക്കതുണ്ടോ? യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനുള്ള പക്വത നമുക്കുണ്ടോ? യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള പക്വത നമുക്കുണ്ടോ? ഇതൊരു ചോദ്യമാണ്. ഉദാഹരണത്തിന് ഈ ചിത്രം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് കാണുന്നത്? രണ്ട് താമര കാണുന്നതല്ലേ? രണ്ട് താമരയാണ്, ശരിയാണ്. വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിങ്ങൾക്ക് വ്യത്യാസമായ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? രണ്ടും വ്യത്യാസമായ ചിത്രം തന്നെയാണ്, രണ്ടും താമര തന്നെയാണ്. വേറെ എന്തെങ്കിലും വ്യത്യാസം? മുകളിൽ കാണുന്നത് യഥാർത്ഥ താമരയാണ്, നമ്മൾ കാണുന്ന യഥാർത്ഥ താമര. എന്നാൽ താഴെ കാണുന്നത് ആർട്ടിഫിഷ്യൽ താമരയാണ്, അതായത് പ്ലാസ്റ്റിക്, യഥാർത്ഥമല്ലാത്ത താമര. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇതിപ്പോ ചിത്രമാണ്. ഞാനിപ്പോ ഇത് നേരിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ, ഇതിപ്പോ യഥാർത്ഥ താമര, യഥാർത്ഥമല്ലാത്ത താമര എന്ന് നേരിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ, ഇതിലേതാണ് യഥാർത്ഥമായ താമര എന്ന് പക്വതയുള്ള ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയും ഇത് യഥാർത്ഥമായ താമര എന്ന് ശരിയായ രീതിയിൽ പറയും. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അതിന്റെ പക്വതയുണ്ട്. ഒരു താമര എങ്ങനെ ഇരിക്കും, അതിന്റെ ഇതളുകൾ എന്താണ്, അതിന്റെ നിറം എന്താണ്, അതിന്റെ ഗുണം എന്താണ് എന്നതിനെ കുറിച്ചുള്ള നല്ല വിവരണം നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥമായ താമരയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്നാൽ ഒരു കൊച്ചുകുട്ടിയോടാണ് ഞാനിത് ചോദിക്കുന്നെങ്കിലോ, കൊച്ചുകുട്ടിക്ക് അറിയില്ലല്ലോ. കൊച്ചുകുട്ടിക്ക് ഏതാണ് യഥാർത്ഥ്യമെന്ന് അതിനറിയില്ല. അത് ഏതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കും. കാരണം എന്താണ്? അതിന് അത്രമാത്രം പക്വതയേ ഉള്ളൂ. ഒരു താമര എങ്ങനെ ഇരിക്കുമെന്ന് അതിന് വലിയ അറിവില്ല. ആത്മീയതയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സത്യം. യഥാർത്ഥ താമര എന്നത് യഥാർത്ഥ ജീവനെ കുറിക്കുന്നു. ആത്മീയ പക്വതയുള്ളവർ അത് തിരിച്ചറിയുന്നു. എന്നാൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള, അതായത് യാഥാർത്ഥ്യത്തെ പോലെ തോന്നിപ്പിക്കുന്ന എന്നാൽ യഥാർത്ഥമല്ലാത്ത താമര, അതിനെ കാണുമ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് അതാണ് യഥാർത്ഥം എന്ന് തോന്നുന്നു. കാരണം അതിന് ആത്മീയ കാര്യത്തിൽ ആത്മീയ പക്വതയില്ലാത്ത ആളുകൾ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ യഥാർത്ഥമാണെന്ന് തോന്നി പറയുന്നു. കാരണം അവർക്ക് ആത്മീയ പക്വതയില്ല. ശരി, നമുക്ക് സ്വയം ചോദിക്കാം, എനിക്ക് യാഥാർത്ഥ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള പക്വതയായോ, യഥാർത്ഥ കാര്യങ്ങൾ തിരിച്ചറിയാതിരിക്കാനുള്ള പക്വതയായോ, അതായത് പക്വതയായോ ആത്മീയ കാര്യങ്ങളിൽ എന്ന് സ്വയം ചോദിക്കാം. നമുക്കതുണ്ടോ? ശരി, ഇല്ല എങ്കിൽ നമുക്കത് വർദ്ധിപ്പിക്കാൻ കഴിയും.